പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് സൂപ്പർ താരമായ റാൻഡി ഓർട്ടനെ സംബന്ധിച്ച് നിലവിൽ കിടിലൻ അപ്ഡേറ്റ്സ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. റാൻഡി ഓർട്ടൻ ഈ ആഴ്ചത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിൽ അപ്പിയർ ചെയ്യാൻ സാധ്യതകൾ കൂടുതലാണെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ചില വാർത്തകളിൽ ഈ ആഴ്ചത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിൽ ഈ ശനിയാഴ്ച നടക്കാൻ പോകുന്ന സ്മാക്ഡൗൺ എപ്പിസോഡിൽ റാൻഡി ഓർട്ടനെ അഡ്വർടൈസ് ചെയ്തിട്ടുണ്ട് എന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. കൂടാതെ മാർച്ച് മാസത്തിലെ ഇനിയുള്ള എല്ലാ സ്മാക്ഡൗൺ എപ്പിസോഡിലും റാൻഡി ഓർട്ടൻ ഉണ്ടായിരിക്കുമെന്നുള്ളതും ഇപ്പോൾ WWE സ്ഥിരീകരിച്ചിട്ടുണ്ട്. യൂറോപ്പ് ടൂറിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാ സ്മാക്ഡൗൺ എപ്പിസോഡുകളിലും റാൻഡി ഓർട്ടൻ്റെ സെഗ്മെൻറ്റോ മത്സരമോ ഉണ്ടായിരിക്കുമെന്നുള്ളതും WWE സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപ്പോൾ റെസൽമേനിയ 41 മുൻപ് കെവിൻ ഓവൻസിനെതിരെയുള്ള റാൻഡി ഓർട്ടൻ്റെ സ്റ്റോറി ലൈൻ അവർ ഫുൾ സ്മാക്ഡൗൺ സെഗ്മെൻറ്റും മത്സരങ്ങളുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ റാൻഡി ഓർട്ടൻ്റെ ആരാധകരെ സംബന്ധിച്ച് കിടിലനായിട്ടുള്ള മത്സരങ്ങളും സെഗ്മെൻറ്റുകളും ഇനി സ്മാക്ഡൗണിൽ കാണാൻ സാധിച്ചേക്കാം. രണ്ടാമത്തെ അപ്ഡേറ്റ് സൂപ്പർ താരമായ ജോൺ സിനയെ സംബന്ധിച്ചാണ്. ജോൺ സിന ഏറ്റവും ലേറ്റസ്റ്റായി അദ്ദേഹത്തിൻ്റെ ടിക്ടോക്ക് എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പങ്കുവെച്ച വീഡിയോ ഉണ്ട്. ആ ഒരു വീഡിയോയുടെ കണ്ടന്റ് എന്ന് പറയുന്നത് ജോൺസനെയും ദ റോക്കും ട്രാവിസ് സ്കോട്ട് എന്ന് പറയുന്ന റാപ്പറും ആ എലിമിനേഷൻ ചേംബറിൻ്റെ ക്ലോസിംഗ് ഷോട്ടിൽ ആ എൻട്രൻസ് റാമ്പിലേക്ക് പോകുന്നതിൻ്റെ കുറച്ച് വിഷ്വൽസ് ആണ്. 1 മിനിറ്റ് ദൈർഘ്യമുള്ള ആ ഒരു വീഡിയോയ്ക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ജോൺസന കൊടുത്തിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ഡോക്ടർ തഗ്നോമിക്സ് എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ തീം മ്യൂസിക്കാണ്. അപ്പോൾ ജോൺസണയുടെ ഇനിയുള്ള എൻട്രി അല്ലെങ്കിൽ ഇനിയുള്ള വരവ് അത് ഡോക്ടർ തഗ്നോമിക്സ് ക്യാരക്ടറിലൂടെ ആ തീം മ്യൂസിക്കൊക്കെ ഉപയോഗിച്ചിട്ട് ആയിരിക്കാൻ സാധ്യത അവിടെ വർദ്ധിച്ചിട്ടുണ്ട്. കൂടാതെ ജോൺസനെ സംബന്ധിച്ച് നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് അറിയാൻ സാധിക്കുന്നത് മെയ് മാസത്തിലെ സ്മാക്ഡൗൺ എപ്പിസോഡ്, അതുപോലെ തന്നെ ജൂൺ മാസത്തിലെ സ്മാക്ഡൗൺ എപ്പിസോഡ്, ഇതിലേക്കെല്ലാം ഇപ്പോൾ തന്നെ ജോൺസണയെ WWE അഡ്വർടൈസ് ചെയ്യുന്നുണ്ട്. ജോൺസന വരും എന്നുള്ളതും അവർ ഒഫീഷ്യലി കൺഫേം ചെയ്യുന്നുണ്ട്. അപ്പോൾ ജോൺസന റെസൽമേനിയ 41 കഴിഞ്ഞാലും അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റ് ടൂറിൻ്റെ ഭാഗമായിട്ട് ഫുൾ ടൈം WWEയിൽ ഉണ്ടായിരിക്കുമെന്നുള്ളതിൻ്റെ സൂചനകളും നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നു. അപ്പോൾ ഇനി അങ്ങോട്ട് ജോൺസണയുടെ ഭാഗത്തു നിന്നുള്ള കിടിലൻ സ്റ്റോറി ആയിരിക്കും. ദ റോക്കും ജോൺസണയും ഒരുമിച്ച് ഈ മാർച്ച് മാസത്തിലെ ഒരു റോ എപ്പിസോഡിൽ വരുന്നുണ്ട് എന്നുള്ളൊരു വാർത്ത നമുക്ക് ഇന്നലെയാണ് അറിയാൻ സാധിച്ചത്. ഇപ്പോൾ ഇതാ റെസൽമേനിയ 41 ശേഷമുള്ള ജോൺസണയുടെ അപ്പിയറൻസിനെ സംബന്ധിച്ചുള്ള അപ്ഡേറ്റ്സും ലഭിക്കുന്നു. അപ്പോൾ ഹീൽ സീന ഇനി അങ്ങോട്ട് പൂർണ്ണമായി WWEയിൽ റിട്ടയർമെൻറ്റ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് അദ്ദേഹത്തിൻ്റെ ആധിപത്യം നടത്താൻ പോകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഏറ്റവും അവസാനമായി പങ്കുവെക്കാനുള്ളത് OTC റോമൻ റീൻസിനെ സംബന്ധിച്ചാണ്. റോമൻ റീൻസ് അടുത്ത ആഴ്ചത്തെ റോ എപ്പിസോഡിൽ റിട്ടേൺ ചെയ്യാൻ സാധ്യത ഉണ്ടെന്നുള്ള വാർത്തകൾ നിങ്ങളിൽ പല കൂട്ടുകാരും ഇതിനോടകം തന്നെ കേട്ടിട്ടുണ്ടാകും. അപ്പോൾ എന്തുകൊണ്ട് റോമൻ റീൻസ് അടുത്ത റോ എപ്പിസോഡിൽ തിരികെ വരുന്നു? അതിന് മെയിനായിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത് അടുത്ത റോ എപ്പിസോഡ് നടക്കുന്നത് ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ മെഡിസൺ സ്ക്വയർ ഗാർഡൻ എന്ന എറീനയിൽ വെച്ചിട്ടാണ്. 15,000-ലധികം കാണികൾ വരാവുന്ന ഈ റോ എപ്പിസോഡിൽ പ്രത്യേകിച്ച് റോമൻ റീൻസിൻ്റെ ട്രൈബൽ ചീഫ് ക്യാരക്ടർ ആരംഭിച്ചതിന് ശേഷം വലിയ ഒരു ക്രൗഡ് അവരുടെ ആ സെഗ്മെൻറ്റുകളും മത്സരങ്ങളും കാണാൻ വേണ്ടി മാത്രം വരാറുണ്ട്. ഇതിനു മുൻപത്തെ മെഡിസൺ സ്ക്വയർ ഗാർഡനിലെ ഇവൻറ്റ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ബ്ലഡ് ആൻഡ് സ്റ്റോറി ലൈനെ സംബന്ധിച്ചുള്ള നിർണായകമായിട്ടുള്ള പലതരത്തിലുള്ള സെഗ്മെൻറ്റുകളും മത്സരങ്ങളും ആ എറീനയിൽ വെച്ച് നടന്നിട്ടുണ്ട്. അപ്പോൾ ആ എറീനയും റോമൻ റീൻസും തമ്മിൽ അല്ലെങ്കിൽ റോമൻ റീൻസിൻ്റെ നിലവിലെ ക്യാരക്ടറും തമ്മിൽ വലിയൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്. ആ എറീനയ്ക്ക് വേണ്ടി മാത്രം ചില സെഗ്മെൻറ്റുകൾ, അതും വലിയ സെഗ്മെൻറ്റുകൾ ആ സ്റ്റോറിയിൽ അവർ പലപ്പോഴും ആഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളൊരു മൊമെൻ്റാണ് റോമൻ റീൻസിൻ്റെ തിരിച്ചുവരവിലേക്ക് അടുത്ത റോ എപ്പിസോഡിലേക്ക് നയിക്കുന്നത്. അടുത്ത റോ എപ്പിസോഡിൽ CM പങ്കും സെത്ത് ഫ്രീക്കിംഗ് റോളിൻസും തമ്മിലുള്ള സ്റ്റീൽ കേജ് മത്സരമാണ് മെയിൻ ഇവൻ്റ് ആയിട്ട് നടക്കാൻ പോകുന്നത്. ഇരുവരും നിലവിൽ റോമൻ റീൻസിൻ്റെ ശത്രുക്കളാണ്. റോമൻ റീൻസിൻ്റെ മെൻസ് റോയൽ റംബിളിലെ മത്സരത്തിന് ശേഷമുള്ള ഒരു തിരിച്ചുവരവായിരിക്കും റോയിൽ നമുക്ക് കാണാൻ സാധിക്കുക. കൂടാതെ ഈ റോ എപ്പിസോഡിൽ റോമൻ റീൻസ് വരികയാണെങ്കിൽ അത് മുൻകൂട്ടി അനൗൺസ് ചെയ്തിട്ടായിരിക്കില്ല, സർപ്രൈസ് ആയിട്ടുള്ള ഒരു റിട്ടേൺ ആയിരിക്കും. അപ്പോൾ റോമൻ റീൻസിൻ്റെ ആ റിട്ടേണിൻ്റെ സാധ്യത അവിടെ വർദ്ധിക്കുന്നതിൻ്റെ മറ്റൊരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി മാർച്ച് മാസത്തിലെ യൂറോപ്പ് ടൂറിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന സ്മാക്ഡൗൺ എപ്പിസോഡിൽ റോമൻ റീൻസ് വരുന്നുണ്ട് എന്നുള്ളത് WWE സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി റോമൻ റീൻസ് വരും എന്നുള്ളത് ഏകദേശം എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിനു മുൻപ്
ഒരു സർപ്രൈസ് റിട്ടേൺ കൊടുത്ത് താരത്തിൻ്റെ ആ ഒരു വരവിന് കുറച്ചും കൂടി സ്റ്റോറി കണക്ഷൻ കൊടുക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. അതുകൊണ്ടൊക്കെയാണ് അടുത്ത റോ എപ്പിസോഡിൽ റോമൻ റീൻസിൻ്റെ റിട്ടേൺ നടക്കും അല്ലെങ്കിൽ റോമൻ റീൻസ് വരും എന്നുള്ള ആ ഒരു വാർത്തയിലേക്ക് പോകാൻ കാരണം. എന്തായാലും റോമൻ റീൻസും കൂടി അടുത്ത റോ എപ്പിസോഡിൽ വരുമ്പോൾ റസൽമേനിയ 41 അതികിടിലമായിട്ട് തന്നെയാണ് അവർ സ്റ്റോറി ലൈൻ പ്രകാരം ഇനി അങ്ങോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതും നടക്കുകയും ചെയ്യുക അങ്ങനെ തന്നെയായിരിക്കും. അപ്പോൾ വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.